വാണിയംകുളം പഞ്ചായത്തിലെ തെരുവ് നായശല്യം ബി.ജെ.പി. പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. കാരണം ABC എന്നും ഇതിനൊരു പരിഹാരമല്ല. അതുകൊണ്ട് തെരുവ് നായക്കളിൽ നിന്നും ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം വാണിയംകുളം ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിലെ മറ്റു പഞ്ചായത്തുകൾ ചെയ്തോ ചെയ്തില്ലേ നല്ല നമ്മുടെ മുന്നിൽ നമ്മുടെ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ സ്വൈര്യമായി നടക്കണമെങ്കിൽ തെരുവ് നായ ശല്യം മാറ്റണം. വാണിയംകുളം പഞ്ചായത്തിലെ തെരുവുകളിലും വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും കുട്ടികൾക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ തെരുവ് നായ്ക്കൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത്. വാണിയംകുളം പഞ്ചായത്തിലെ മുഴുവൻ സമസ്ത മേഖലകളിലും വിദ്യാലയങ്ങളായിക്കോട്ടെ, തെരുവ് സ്ഥലങ്ങളായിക്കോട്ടെ, പൊതുസ്ഥലങ്ങളടക്കം, ഹോസ്പിറ്റലുകളടക്കം, ആയുർവേദ ഡിസ്പെൻസറി അടക്കമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും വ്യാപകമായ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ധാരാളം ചെറിയ കുട്ടികളടക്കമുള്ള വയോജനങ്ങളടക്കമുള്ള ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ഭീതിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വാണിയംകുളം പഞ്ചായത്തിൽ ഇത്രയും വലിയ തെരുവ് നായ്ക്കളുടെ ശല്യം കാണാതെ പോകുന്ന തരത്തിലാണ് ഭരണസമിതി ഇതിനെ കാണുന്നത്. ഇത് തികച്ചും ഗുരുതരമായ വീഴ്ചയാണ്. വാണിയംകുളം പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന് പരിപാലനം കൊടുക്കേണ്ട, ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട വാണിയംകുളം പഞ്ചായത്ത് ഈ തെരുവ് നായ്ക്കളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും ഇന്നവരെ കൈക്കൊണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഞങ്ങളെ ഭരിക്കാൻ വേണ്ടി ഈ വാണിയംകുളം പഞ്ചായത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണസമിതിയെ തെരഞ്ഞെടുത്തിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത്. അടിയന്തരമായി പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിലെത്തിച്ച് നടപടിയെടുക്കാമെന്ന് സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. വാണിയംകുളം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ A.P. പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി P. ജയരാജ്, ജില്ലാ കമ്മിറ്റി അംഗം K. ഗോപിനാഥ്, P. സുനിൽകുമാർ, P. വിജു, T. ബാബു, A.C. സുബ്രഹ്മണ്യൻ, പ്രസീത എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.